എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസമാണ് കർക്കിടകം. നമ്മുടെ പറമ്പിലുള്ള 10 തരം ഇലകൾ ഉപയോഗിച്ച് നമുക്ക് പത്തിലത്തോരൻ ഉണ്ടാക്കാം. മുരിങ്ങയില മാത്രം ഉപയോഗിക്കരുത്. കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് വിഷമാണ് എന്നാണ് പറയുന്നത്. മുരിങ്ങയില ഒഴികെയുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എന്ത് ഇലകൾ വേണമെങ്കിലും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളുടെ പറമ്പിലുള്ള 10 തരം ഇലകളാണ് പത്തില തോരൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഏത് തരം ഇല എടുത്താലും ഇലകൾ എടുക്കുമ്പോൾ തളിരില വേണം എടുക്കാൻ. ഒരുപാട് മുറ്റിയ ഇലകൾ തോരനായിട്ട് ഉപയോഗിക്കരുത്. ഇത് വട്ടത്തകര, ചേനയുടെ തളിരിലയാണ് എടുക്കേണ്ടത്. ഇത് പൊന്നാൻ തകരയാണ്. വേലിച്ചീര അല്ലെങ്കിൽ മധുരച്ചീര, ചെറുതണം, ഇപ്പോൾ നമുക്ക് 10 തരം ഇലകളും ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. മത്തയില, പയറില, തഴുതാമ, വേലിച്ചീര അല്ലെങ്കിൽ മധുരച്ചീര, ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം. കുമ്പളത്തിൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇലയും തളിരില വേണം ഉപയോഗിക്കാൻ. ചെറുതണം, ഇതിൻ്റെ അടിഭാഗം കയ്യിൽ കൊള്ളുമ്പോഴാണ് ഇത് ചൊറിയുന്നത്. അതുകൊണ്ട് അത് കയ്യിൽ പറ്റാത്ത രീതിയിൽ ഇത് മുറിച്ചെടുക്കണം. മുറിച്ച ശേഷം വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഈ വെള്ളപ്പൊടിയൊക്കെ മാറിക്കിട്ടും. തകര, ഇത് വട്ട ഇലയുള്ള തകരയാണ്. ഇത് പൊന്നാൻ തകര. പിന്നെ എടുത്തിട്ടുള്ളത് ചേമ്പല. ഇതുപോലെ തളിരില വേണം എടുക്കാൻ. ചേനയുടെ ഇല, ഇതും തളിരിലയാണ്. പത്തില തോരനില് താളം ഉപയോഗിക്കാറുണ്ട്. അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത്. 10 ഇല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള ഇല വെച്ച് ഇലത്തോരൻ ഉണ്ടാക്കുക. ഇനി ഈ ഇലയെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ ഇലയിലെ വെള്ളമെല്ലാം വാർന്ന് ഇലയെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത് മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇലയിലും കുമ്പളത്തിൻ്റെ ഇലയിലും പിന്നെ ഈ ചെറുതണത്തിൻ്റെ ഇലയിലും എല്ലാം പുറകുവശത്ത് ഒരു അരം പോലത്തെ ഒരു മുള്ളു പോലെ നമുക്കിങ്ങനെ തൊടുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഒരു സാധനമുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് കയ്യിലിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം ഈ മുള്ളു പോലെയൊക്കെ ഉള്ളത് മാറും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കളയണം. അതിനുശേഷം ഇല ചെറുതായിട്ട് ഇതുപോലെ കീറി കഷ്ണങ്ങളാക്കണം. അങ്ങനെ ചെയ്യുന്നത് ഈ ഇലയൊക്കെ വളരെ വലുതായതുകൊണ്ട് നമ്മൾ കീറാതെ അരിയുകയാണെങ്കിൽ ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളായി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കീറിയെടുക്കുന്നത്. ചെറുതണത്തിൻ്റെ ഇലയും ഇതുപോലെ ചെയ്താൽ മതി. ചെറുതണത്തിൻ്റെ ഇല കൈവെള്ളയിലിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചൊറിയത്തില്ല. നമ്മുടെ കൈയുടെ ഈ പോർഷനിലൊക്കെ ഇത് കൊള്ളുമ്പോഴാണ് ചൊറിച്ചിൽ വരുന്നത്.
അങ്ങനെ എല്ലാ ഇലകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ഇലകളും ഒന്ന് അരിഞ്ഞെടുക്കാം. ചേനയുടെയും ചേമ്പിൻ്റെയും ഇളം തണ്ടോട് കൂടിയ ഇലയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ തണ്ടും കൂടെ ഈ തോരനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ സാധാരണ ചേമ്പല ചൊറിയാറില്ലെന്നാണ് പറയുന്നത്. ചൊറിയുമെന്ന സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇല പുളിവെള്ളത്തിൽ മുറിച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം അരിയുകയോ അല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം തോരനിൽ ചേർത്ത് തോരനുണ്ടാക്കുകയോ ചെയ്താൽ മതി. ഇലകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: അരമുറി തേങ്ങ ചിരകിയത്, ഉഴുന്നുപരിപ്പ്, 4 പച്ചമുളക് നെടുകെ കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 3 വറ്റൽമുളക്, 6 വലിയ ചുവന്നുള്ളി അരിഞ്ഞത്. ആദ്യം തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചെടുക്കാം. ചതച്ചെടുക്കാതെയും ഈ തോരനുണ്ടാക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. തോരനുണ്ടാക്കാനായി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് ആദ്യം കടുകിടാം. കടുക് പൊട്ടി തുടങ്ങിയതിലേക്ക് ഉഴുന്നിടാം. ഉഴുന്നൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ഇടാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർക്കാം. അരപ്പ് ചതച്ചല്ല ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ മതി. തേങ്ങ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയിലേക്ക് അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകളും കൂടെ ചേർക്കാം. ഇലയിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കിയെടുത്തതായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഉപ്പ് ചേർക്കാഞ്ഞത്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇല ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം. ആദ്യമേ ഒരുപാട് ഉപ്പെടുത്തിടരുത്. ഇല ആയതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയും ഉപ്പ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർക്കുക. അതിനുശേഷം ഇലയൊക്കെ ഒന്ന് വാടിയ ശേഷം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തോരൻ വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.